മുസ്ലിം ലീഗിനെ പലർക്കും മനസ്സിലായില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. കൃത്യമായി തന്നെ മുസ്ലിം രാഷ്ട്രീയം, മുസ്ലിം വർഗീയ രാഷ്ട്രീയം എടുത്തു കാണിക്കുന്ന ഒരു പാർട്ടിയെ മുസ്ലിം ലീഗിന് മാറിയിട്ടുണ്ട്. മുൻകാലത്ത് മതേതരത്വമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുന്ന രീതി തന്നെ നമുക്ക് കണ്ടാൽ അറിയാലോ. മിനിസ്റ്റർ, അങ്ങ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം. ഇതെങ്ങനെ ഇപ്പോൾ അതിലൊരു പ്രതികരണം? ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു പരിപാടിയില്ല അത് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാകണമെന്ന്. ഇപ്പോൾ മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ റംസാനാണ്, ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള സക്കാത്ത് കമ്മിറ്റികളുണ്ടാവും. പ്രവർത്തനങ്ങളാണ്, അതിലൊന്നല്ലേ ഉള്ളൂ. അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി നടന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM ക്യാമ്പയിൻ നടത്തുമ്പോൾ അങ്ങ് പങ്കെടുത്തു എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ്. നോക്കൂ, അത് പ്രാദേശികമായി അവർ സംഘടിപ്പിച്ചൊരു ചടങ്ങ്. പിന്നീടാണ് അതിൽ അത് സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ള ലെവലിൽ വന്നു. അവിടെ പോയി ഞാനവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതാണ്. വേറെ നിലപാട് പറഞ്ഞു. ഒരു അത്തരത്തിലൊരു സ്ഥലത്ത് പോയി എന്താണോ നമ്മുടെ നിലപാട് അത് പറഞ്ഞല്ലോ, അത് നിങ്ങൾ കേട്ടും ചെയ്തല്ലോ. പിന്നെ വേറെന്ത്, അതിലപ്പുറത്തൊന്നും കാണാൻ. മലപ്പുറത്തുനിന്നുള്ള ആളാണ്, മലപ്പുറത്തെ പറ്റിയാണ് പറഞ്ഞത്. നോക്കൂ, മുസ്ലിം ലീഗ് എക്കാലത്തും ചെയ്തു വരുന്നത് അതുതന്നെയാണ്. മുസ്ലിം ലീഗിനെ പലർക്കും മനസ്സിലായില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. കൃത്യമായി തന്നെ മുസ്ലിം രാഷ്ട്രീയം, മുസ്ലിം വർഗീയ രാഷ്ട്രീയം എടുത്തു കാണിക്കുന്ന ഒരു പാർട്ടിയെ മുസ്ലിം ലീഗിന് മാറിയിട്ടുണ്ട്. 100%. എന്താ സംശയമുള്ളത്? മുസ്ലിം ലീഗിൻ്റെ പുതിയ രീതി എന്താ? 100% മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്തു വരുന്നത്. തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ രീതി അതാണ്. ഒരു വിവാദമില്ല. എന്ത് കാര്യമുണ്ട് വെറുതെ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സജി ചെറിയാൻ മിനിസ്റ്റർ പറഞ്ഞത് മതം പിടിച്ച് വോട്ട് പിടിക്കുന്നതിന് ചൂണ്ടിയാണ് പറഞ്ഞത്. തീർച്ചയായും. ਦੇਖോ, ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ മുൻകാലത്ത് മതേതരത്വമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുന്ന രീതി തന്നെ നമുക്ക് കണ്ടാൽ അറിയാലോ. ഓരോ അവരുടെ ഫങ്ഷൻസും ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം സാധ്യമാകുക, അതെല്ലാം അവർ ചെയ്തു വരുന്നു. വോട്ട് പിടിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നുള്ള പ്രചരണമൊക്കെ അങ്ങനെ ഇതൊക്കെ ഇപ്പോഴും നടന്നു വരുന്നല്ലേ. ഇപ്പോഴും നടന്നു വരുന്നിട്ടുള്ള ധാരാളം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പല രീതിയിലുള്ള ഇപ്പോൾ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി, ഇതെല്ലാം തന്നെ അവരിലുള്ളതല്ലേ. ഈ മലപ്പുറത്ത് ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പ്രശ്നമില്ലേ? അല്ല, മലപ്പുറം ജില്ലത്ത് നോക്കൂ, ചില കാര്യങ്ങൾ അതിന് കൃത്യമായി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മകൾ അവിടെ ജയിച്ചിട്ടുണ്ട്, അങ്ങനെയും ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ അതിലപ്പുറം അതൊക്കെ തന്നെ വെച്ചുകൊണ്ട് തന്നെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് നല്ല രീതിയിൽ ശ്രമിക്കുന്നു. ഈ വിവാദത്തിന് കാരണം ഒന്നുമില്ല, അതായത് വിവാദമാക്കേണ്ടതില്ല എന്നാണ്? തീർച്ചയായും അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ BJP എടുക്കുക. കേന്ദ്രഭരണത്തിൽ BJPക്ക് ഏതെങ്കിലും മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ മുസ്ലിം പ്രതിനിധികളുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തിരിച്ച് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ മറ്റെന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. അതായത് സജി ചെറിയാൻ്റെ പരാമർശം വിവാദമാക്കേണ്ട കാര്യമില്ല, അത് മലപ്പുറത്ത് മതം പറഞ്ഞ് തന്നെയാണ് ലീഗ് വോട്ട് പിടിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് മന്ത്രിസഭയിലെ സഹപ്രവർത്തകൻ V. അബ്ദുറഹ്മാൻ മിനിസ്റ്റർ. റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.